വൽ ബാഖിയാതു സ്വാലിഹാതു, നിലനിൽക്കുന്ന സുഹൃതങ്ങൾ, പരലോകത്തേക്ക് ദുനിയാവിൽ ബാക്കി വെച്ചതും ആഖിറത്തിലെത്തിയാൽ കൺകുളിർക്ക കാണാൻ പറ്റുന്നതുമായ ഒരുപാട് ഒരുപാട് സുഹൃതങ്ങൾ. ഖൈറുൻ ഇൻദ റബ്ബിക, അതാണ് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളത്. നിങ്ങളെ സമ്പത്ത് ആ രൂപത്തിലാക്കി മാറ്റണം, സന്താനങ്ങൾ ആ രൂപത്തിലാക്കി മാറ്റണം. എന്താക്കണം? ബാഖിയാത്തു സ്വാലിഹാത്താക്കി മാറ്റണം. പിന്നെ രക്ഷപ്പെട്ടു. ഇത് നല്ലൊരു ഉപദേശമാണ് തരുന്നത്. ചെറിയ ഉപദേശം, തഫ്സീർ അങ്ങനെ വായിക്കുമ്പോ സമ്പത്തിന്റെ കെയർ ഓഫിൽ തെറ്റിപ്പോയത്, സന്താനങ്ങളെ കെയർ ഓഫിൽ മാറിപ്പോയതൊക്കെ ഉണ്ട്. ഈ രണ്ട് വിഷയങ്ങളിലാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി ചിന്തിക്കരുത്, സന്താനങ്ങൾ കാരണവും മാറി ചിന്തിക്കരുത്. ലാ തുൽഹിക്കും അംവാലുക്കും, ലാ തുൽഹിക്കും, നിങ്ങളെ വിനോദത്തിലാക്കരുത്, നിങ്ങളെ കളിയിലാക്കരുത്, കാര്യത്തിലേക്ക് കടക്കണം. ലാ തുൽഹിക്കും, നിങ്ങളെ ലഹുവിലാക്കരുത്, വിനോദത്തിലാക്കരുത്, കളിയിലാക്കരുത്. അതേ, കളിയിലാകുന്ന ആളുകൾക്ക് കാര്യം അറിയില്ലല്ലോ. സമ്പത്ത് നിങ്ങൾ എപ്പോഴും കളിയിൽ ഏർപ്പെടുത്തരുത്. ലഹ്വ് എന്ന ആ വാക്കിന് അർത്ഥം വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, എന്ന് പറഞ്ഞാൽ പ്രത്യേക ദുനിയാവിലെ പരിഗണന, സമ്പത്ത് സമ്പാദിക്കലും ആ സമ്പത്ത് കൊണ്ട് സുഖിക്കലും ആ സമ്പത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാം മറന്നു. എന്തു മറന്നു? ദിക്ർ മറന്നു, നിസ്കാരം മറന്നു, ആരാധന മറന്നു, പുണ്യകർമ്മങ്ങളൊക്കെ മറന്നു. ജീവിതത്തിൽ ഇത് മാത്രമേ ലക്ഷ്യമുള്ളൂ. എന്ത്? സമ്പാദ്യം, സമ്പാദ്യം, സമ്പാദ്യം മാത്രമേ ലക്ഷ്യം. അങ്ങനെ വരാൻ പാടില്ല മുഅ്മിനീങ്ങളെ, അങ്ങനെ വരാൻ പാടില്ല. ലക്ഷങ്ങൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാലും ആ കിട്ടുന്നത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ശ്രദ്ധ പോകാൻ കാരണമാകരുത്. ഒരാൾ ചോദിച്ചു, ഉസ്താദേ ഒരു ജോലി ഉണ്ട്, പക്ഷെ ആ ജോലിയിൽ കയറിയ നല്ല ശമ്പളമുണ്ട്. വിദേശത്ത് നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചാണ്, ഫത്വ ചോദിച്ചല്ല, അഭിപ്രായം ചോദിച്ചാണ്. ഫത്വ പറയാൻ നമ്മളാരാ? നമ്മൾ ദുആഫ അല്ലേ? ചോദിച്ചതാണ്, ഒരു അഭിപ്രായം ചോദിക്കാണ്. നല്ലൊരു ജോലി ഉണ്ട്, എത്ര ശമ്പളം? ഇവിടത്തെ 75 റുപ്യ ശമ്പളം ഉണ്ട്. അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തോടെ കേൾക്കണം. 75,000 റുപ്യ ശമ്പളം ഒരു മാസം. ആഴ്ചയിൽ 2 ദിവസം ലീവും ഉണ്ട്. പിന്നെ ആകെ 8-7 മണിക്കൂർ ഡ്യൂട്ടി ഉള്ളൂ. പക്ഷെ ആ ഡ്യൂട്ടി തുടങ്ങുന്നത് വൈകുന്നേരം 3 മണിക്കാണ്. ളുഹർ കഴിഞ്ഞ് 3 മണിക്ക് കണ്ടിന്യൂ ആണ് ഡ്യൂട്ടി. അതിന്റെ ഇടയിൽ ഒഴിവൊന്നും ഉണ്ടാകൂല. പിന്നെ അത് അവസാനിക്കുന്നത് രാത്രി സമയം ഒരു 12 മണി 11 മണിയൊക്കെ ആകുമ്പോ അവസാനിക്കും. അങ്ങനെയുള്ള നിരന്തരം. പിന്നെ എന്താ പ്രശ്നം? അസറും പോകും, മഗ്രിബും പോകും. നിസ്കരിക്കാനൊന്നും കഴിയൂല ഉസ്താദേ, അതിലെങ്ങനെ തുടരാണ്. തൽക്കാലേ ആ ജോലി വേണ്ട. എന്റെ ഉസ്താദ് 75,000 റുപ്യ ശമ്പളം കിട്ടറ്. അവിടെ ആൾക്കാരെ നോട്ടം, നമ്മളെ മുഅ്മിനീങ്ങളെ ആൾക്കാരെ നോട്ടം എവിടേക്കാണ്? നിസ്കാരൊക്കെ പിന്നെ കുറച്ചു നേരം നിസ്കരിച്ചാൽ പോരെ, 2 കൊല്ലം ഏതായാലും ഇങ്ങനെ പോട്ടെ. അങ്ങനെ പോകാൻ പറ്റൂല. ഒരു ദിവസം പോകാൻ പറ്റില്ല, പിന്നല്ലേ 2 കൊല്ലം. ഞാനിത് ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ വിചാരിച്ചു ഇയാൾ നിസ്കാരത്തിൽ കുറച്ച് കർശന ഏറെയാണ്. ഞാനല്ല, നിസ്കാരത്തിൽ അല്ലാഹു തആല കുറച്ച് കർക്കശമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ, വിശുദ്ധ ഇസ്ലാമിൽ നടന്ന ആദ്യത്തെ സമരമാണ് ബദർ, അല്ലേ? ആദ്യത്തെ പ്രതിരോധ സമരേതാ? ബദർ. ബദറിലേക്ക് പോകുന്ന സ്വഹാബത്തിനോട് ഹബീബ് റസൂലുള്ളാഹി, നമ്മളൊന്ന് ഉറക്ക സ്വലാത്തല്ലാണ് ഹബീബ് റസൂലുള്ളാഹി, ഈ ഓഡിറ്റോറിയത്തിലൊന്നും മലക്കളൊന്നും നിറട്ടെ എന്ന് സ്വലാത്ത് കേട്ടിട്ട്. ഞങ്ങളിപ്പോ ആ വരുമ്പോഴത്തേനും നന്നായിട്ട് മലക്കളൊക്കെ നിറഞ്ഞിക്കണം. സ്വലാത്ത് കേട്ടാലേ അവരോട് വരുള്ളൂ. അള്ളാഹു നമ്മളെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ തങ്ങൾ പോകുന്ന ആൾക്കാരോട്, സ്വഹാബത്തിനോട് പലരോടും പറഞ്ഞു, നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്, നോമ്പ് ഒഴിവാക്കിയാളി. നോമ്പ് മുറിച്ച്, റമദാൻ നോമ്പാണത്, സുന്നത്ത് നോമ്പല്ല, റമദാൻ നോമ്പ്. ബദറിലേക്ക് പോകുന്ന സ്വഹാബത്തെ കുറെ നടന്നും കുറെ വാഹനം കയറി അങ്ങനെയല്ലേ പോണ്. 313 ആൾക്ക് 313 വാഹനം ഉണ്ടോ? ഇല്ല. ഒരു വാഹനത്തിന് നമ്മളെ കുട്ടികളെ കയറല്ല, 3-4 ഒക്കെ. അങ്ങനെ 3-4 ഒരുമിച്ചല്ലോട്ട് കയറിയത്. ഞങ്ങനെ തെളിവാക്കണ്ട, ബദറിൽ അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പൊ മോട്ടോർ സൈക്കിൾ 3 പോകാൻ അങ്ങനല്ല. ഒരാൾ കയറും, ഒരു 1/2 കിലോമീറ്റർ പോയിട്ട് മൂപ്പര് ഇറങ്ങും, അടുത്ത ആള് കയറും, അങ്ങനെയാണ്. പിന്നെ അടുത്ത ആള് കയറും, അങ്ങനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അങ്ങനെയാണ്. തങ്ങളോടൊപ്പം വേറെ 2 ആൾക്കാരുണ്ട്. അപ്പൊ തങ്ങൾ ഇറങ്ങി നടക്കേണ്ട ഊഴമെത്തിയപ്പോ അവർക്കൊരു പ്രയാസം.
നബിയെ തങ്ങള് കേറിക്കോളി, ഞങ്ങൾ നടന്നോളാം. അത് പറ്റൂല. നിങ്ങൾക്ക് അള്ളാഹു തരുന്ന കൂലിയിൽ ഞാനും ആവശ്യമുള്ള ആളാണ്. നിങ്ങൾക്ക് നടന്നിട്ടൊരു കൂലിയില്ലേ, ആ കൂലി എനിക്കും വേണ്ടേ? കേറി 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 മോള് കയറി, ഞാൻ നടക്കട്ടെ. കാരണം അവരിങ്ങനെ മോള് കയറി തങ്ങളെ നടത്തുമ്പോ ഒരു പ്രയാസം ഉണ്ടാകുമല്ലോ, വിഷമുണ്ടാകുമല്ലോ. ഈമാനികമായിട്ടും ബഹുമാനപരമായിട്ടും സ്വഹാബത്തിന്റെ മനസ്സ് സമ്മതിക്കാത്തോണ്ട് അവര് പറഞ്ഞു തങ്ങൾ കയറിക്കൂടി, ഞങ്ങൾ നടന്നോളാം, തങ്ങളെ ഊഴം കൂടി നടന്നോളാം. അത് പറ്റൂലെന്നോ. ഇങ്ങനൊക്കെ ക്ഷീണിച്ചു പോകുന്ന സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു നോമ്പ് മുറിക്കാൻ. അതേ സമയത്ത് നമ്മൾ ആലോചിക്കണം, ആ യുദ്ധത്തിലും ശേഷം നടന്ന യുദ്ധങ്ങളിലൊക്കെ നിസ്കരിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. എങ്ങനെ? സൂറത്തു നിസായിൽ ആയത്തിറക്കി ജമാഅത്തായി നിസ്കരിക്കണം. ആലോചിച്ച് നോക്കണം. അപ്പുറത്ത് ശത്രുക്കൾ സായുധരായി നിൽക്കുമ്പോ ഇപ്പുറത്ത് എങ്ങനെ നിസ്കരിക്കണം? ജമാഅത്തായി നിസ്കരിക്കണം. ആ ആയത്തിങ്ങനെ ഓതുമ്പോ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ട് നിസ്കാരത്തിനൊരു വിട്ടുവീഴ്ച അല്ലാഹ് തരുമായിരുന്നെങ്കിൽ എവിടെ തരും? യുദ്ധത്തിൽ തരുമായിരുന്നു. കാരണം അത്രയും സങ്കീർണതയുള്ള നേരല്ലേ. പക്ഷെ അവിടെ പോയും അല്ലാഹു തആല പറഞ്ഞു നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിച്ചാ പോരെ? ജമാഅത്തായി നിസ്കരിക്കണം. ഒരു കൂട്ടം ആൾക്കാർ തങ്ങളോടൊപ്പം നിസ്കരിക്കുമ്പോ മറ്റേ കൂട്ടം ആൾക്കാർ കാവൽ നിൽക്കണം. 2 റക്അത്ത് തങ്ങൾ നിസ്കരിച്ച് അത്തഹിയാത്തിൽ ഇരിക്കണം. അപ്പൊ കൂടുതലുള്ള ആൾക്കാർ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിട്ട് അവർ പോകണം. അവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഈ 2 റക്അത്തിൽ സംബന്ധിക്കണം. അവര് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ തങ്ങൾ കാത്തു നിൽക്കണം അത്തഹിയാത്തിൽ. അവർ അത്തഹിയാത്തിലെത്തുമ്പോൾ ഒരുമിച്ച് സലാം വീട്ടണം. 3 സ്ഥലത്ത് 3 ശൈലിയിലാണ് നിസ്കരിച്ചത്. എന്നാലും നിസ്കരിക്കണം എന്ന് തന്നെയാണ് അല്ലാഹു തആലയുടെ കൽപ്പന. നോമ്പ് അങ്ങനല്ല. നോമ്പ് വിട്ടീ ചെയ്ത് കൊടുത്തില്ലേ? നോമ്പ് മുറിക്കാൻ പറഞ്ഞില്ലേ? നിസ്കാരം അങ്ങനല്ല, മാറ്റുണ്ട്. നിസ്കാരത്തിൽ കുറച്ച് കർശനമാണ്. ഈ ദിക്റുല്ലാഹിയെ പറ്റി നിസ്കാരം എന്ന് മാത്രം തഫ്സീർ എഴുതിയ കുറെ മഹാന്മാരുണ്ട്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, മക്കളെ ശുശ്രൂഷിച്ചിട്ട് പോറ്റി വളർത്തിയിട്ട് മുല കൊടുത്തിട്ട് അവരെ പരിചരിച്ചിട്ട് കുളിപ്പിക്കാൻ നിന്നിട്ട് കൈകാൻ നിന്നിട്ട് നിസ്കാരം മാറിപ്പോകരുത്. കുട്ടികളെങ്ങനെ പരിചരിച്ചിട്ട് അസ്റുവാൻ കൊടുത്തു എന്ന് പറഞ്ഞു പോകരുത്. കുട്ടികൾ എത്ര അള്ളാഹു ചെറിയ മക്കളെ തന്നാലും പോറ്റി വളർത്തുന്നതിന് നിങ്ങൾക്ക് വലിയ പ്രതിഫലം അള്ളാഹു തരുന്നുണ്ട്. 2 വർഷക്കാലം നിങ്ങൾ ആ പോറ്റി വളർത്തുന്ന പ്രതിഫലം മുഴുവനായും ഭർത്താവിന് കിട്ടൂല. വിഷമിക്കൊന്നും കൊണ്ട് കിട്ടൂല തന്നെ. അങ്ങനെ നിങ്ങൾ നമുക്ക് മുല കൊടുക്കാൻ കഴിയും? ഇതാ പീ ചോദിക്കുന്നത്. നമുക്ക് അവര് പോറ്റും പോലെ പോറ്റി വളർത്താൻ കഴിയും. അവര് രാത്രി എണീറ്റ് അങ്ങനെ അവരാ ഉറക്കത്തിൽ കുട്ടി കരയുമ്പോ ശുശ്രൂഷിക്കുമ്പോ നമ്മളൊന്നിങ്ങനെ തള്ളിയിട്ട് അതിനെ നിർത്താന്നറിയില്ല. ആ 2 വർഷക്കാലത്തുള്ള ആ ശുശ്രൂഷക്ക് പ്രത്യേകം സഹോദരിമാർക്ക് അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. പക്ഷേ ആ പരിചരണത്തിൽ ഒരിക്കൽ പോലും ഞാൻ നിന്റെ കുട്ടിയെ ശുശ്രൂഷിച്ചിട്ട് എന്റെ ളുഹ്റങ്ങ് പോയി എന്ന് പറയരുത്, എന്റെ അസ്ർ നഷ്ടപ്പെട്ടു എന്ന് പറയരുത്, എന്റെ സുബ്ഹി പോയി എന്ന് പറയരുത്. വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളെ മക്കളും നിങ്ങളെ സന്താനങ്ങളും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ മാറ്റിപ്പോകരുത്, ശ്രദ്ധ മാറ്റിപ്പോകരുത്. ലാ തുൽഹിക്കും അംവാലുക്കും. നിങ്ങളെ സമ്പത്ത്, ആ സമ്പത്ത് വളർത്തുന്നതും പെരുപ്പിക്കുന്നതും അതിന്റെ പുരോഗതിയും അതിന്റെ വളർച്ചയും ഒക്കെ കണ്ട് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. ചില മഹാന്മാർ ഇവിടെ തഫ്സീർ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അതേ ലാ യുശ്ഗിലുക്കും അംവാലുക്കും വലാ ഔലാദുക്കും. നിങ്ങളെ സമ്പത്തും നിങ്ങളെ സന്താനങ്ങളും നിങ്ങൾക്ക് തടസ്സമാകരുത്. അൻ അദാഇൽ ഫറാഇദി. ഫർളുകൾ നിർവഹിക്കുന്നതിന് തടസ്സമാകരുത്. ഫീ അവ്വലി മവാഖീതിഹാ. ആദ്യത്തെ ടൈമിൽ തന്നെ. നോക്ക്, അതെ നമ്മൾ ആലോചിച്ചുമ്പോഴേ, മുമ്പ് സൗദിയിലൊക്കെ പോയി സൗദിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന സന്തോഷം ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിട്ടോ, നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്ത്? വാങ്കങ്ങ് കൊടുക്കുമ്പോഴേക്ക് ഷട്ടർ താഴ്ത്തി, അല്ലേ? അത് വല്ലാത്തൊരു സന്തോഷമുള്ള അവസ്ഥയാണ്. അത് ആരാണ് അങ്ങനെ കൊണ്ടുവന്നതെന്നറിയോ? മദീന മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സ്വഹാബ. അവരെ പറ്റിയാണ് അല്ലാഹു തആല ഖുർആനിൽ പ്രശംസിച്ചു പറഞ്ഞത്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാ. അവരാൺകുട്ടികളാണ്. അവർ
പൗരുഷത്വം 100% തികഞ്ഞവരാണ്. ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഅ, ഒരു കച്ചവടവും ഒരു ബിസിനസ്സും ഒരു ഏർപ്പാടും അവരെ മാറ്റുകയില്ല. അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു വിഷയത്തിലും മാറ്റൂല. മഹാന്മാര് പറഞ്ഞു, മാർക്കറ്റിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത്. എന്തേ കാരണം? ബാങ്ക് കൊടുത്താൽ ഒരു കടക്കാരൻ മറ്റേ കടക്കാരനോട് പറയും അസ്വലാ 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 അസ്വലാ. ഇയാളിങ്ങനെ കടടക്കുമ്പോ അസ്വലാ, മറ്റാളും കടടക്കും അസ്വലാ അസ്വലാ. ഓരോരുത്തരും അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യാണ്, വിളിച്ചു പറയാണ് പരസ്പരം. ആ വിളിച്ചു പറയുന്നത് കൊണ്ട് എല്ലാവരും കടയടച്ചു. എന്നിട്ട് ജമാഅത്തിനെല്ലാവരും പള്ളിയിലെത്തി. അവ്വൽ വക്തിൽ, ആദ്യ സമയത്ത് തന്നെ അവ്വൽ ജമാഅത്തിൽ തന്നെ പള്ളിയിൽ അവരെത്തി. നിസ്കാരം സംഘടിതമായി നടത്തുന്നതിനും ഒരു ഏർപ്പാടും ഒരു ബിസിനസ്സും അവർക്ക് തടസ്സമായിട്ടില്ല. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ താമസിക്കുമ്പോൾ വാങ്ക് കേട്ടാൽ സഹോദരങ്ങളെ, നമ്മൾ ഈമാനിന്റെ കുറവ് നോക്ക്. നിങ്ങൾ 5 മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്ത് പള്ളിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയില്ലേ, ഇപ്പത്തെ ളുഹറിന്റെ വാങ്കിന് നിസ്കരിക്കാൻ അവിടെ ഇമാമും ഉണ്ടാകും, പിന്നെ മുഅദ്ദിൻ ഉസ്താദ് ഏതായാലും ഉണ്ടാകും. അപ്പൊ രണ്ടുപേരും ജമാഅത്ത് അങ്ങ് നടക്കും. ജമാഅത്ത് നടന്നില്ല എന്നുള്ള വിഷയത്തിൽ അല്ലാഹ് എന്നെ ചോദ്യം ചെയ്യൂല. കഴിഞ്ഞില്ലേ? നമ്മൾ ഉഷാറല്ലേ? നമ്മളെ ഏതാ ആൾക്കാര് കരുതി ഇങ്ങനെ ഇരിക്കല്ലേ? നേരെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ടെങ്കിൽ അതിന്റെ പരിസരത്തുള്ള 40 വീട്ടുകാര് അവരെവിടെ നിസ്കരിക്കേണ്ടിന്ന പള്ളി നിസ്കരിക്കണ്ട. അല്ലാത്തൊരു പള്ളിയിൽ നിന്നല്ല കേട്ടോ, അല്ലാത്തൊരു അപ്പുറത്തുള്ള പള്ളിക്ക് പോകണം. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എല്ലാവർക്കും പള്ളിയിലെത്തേണ്ടി വരും. ചില നാട്ടിലൊക്കെ പോയാൽ ഇവിടെ എങ്ങനെ ദീനിന്റെ പ്രവർത്തനം ഇവിടെ നല്ല സജീവമാണ്. എന്താ നിങ്ങൾ സജീവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇവിടെ മഗ്‌രിബിനൊക്കെ ഇഷ്ടംപോലെ ആള് ജമാഅത്തിലുണ്ടാവില്ല. സുബൈക്ക് ഞങ്ങൾ 5 ആളുണ്ടാവും. ആരാ 5 ആള്? 5 ആള് പിന്നെ എന്നും സുബൈക്ക് വരുന്ന ഒരു പഴയ ഒരു ആചാര്യം ഇവിടെ ഉണ്ട്. മൂപ്പര് എന്നും വരും. മൂപ്പര് ഞങ്ങളില്ലെങ്കിലും നിസ്കരിക്കാൻ ഇവിടെ വരും. പിന്നെ അതൊരു തൊട്ട അയൽവാസിന് മൂപ്പരുണ്ടാകും. പിന്നെ മുഅദ്ദിൻ ഉസ്താദ് ഉണ്ടാവും, സദർ ഉസ്താദ് ഉണ്ടാവും, ഇമാം ഉസ്താദ് ഉണ്ടാവും. 5. നമ്മൾ ആലോചിക്കണം, നമ്മൾ എത്ര സുഖത്തിലാ കഴിയുന്നത്. എന്താണ് സ്വഹാബത്ത് കച്ചവടം നിർത്തിയിട്ട് ഇങ്ങനെ പോകാൻ കാരണം? അവിടെ തന്നെ അള്ളാഹു പറഞ്ഞു, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കച്ചവടം സ്റ്റോപ്പ് ചെയ്തവർ പള്ളിയിൽ പോകാൻ കാരണം ഒരു ദിവസം അവർ പേടിക്കുന്നു. ആ ദിവസത്തിൽ ഖൽബും കണ്ണും മേൽപോട്ട് മറിയുന്ന ദിവസമാണ്. ദുനിയാവിൽ അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വന്നിട്ടില്ല. മരണാനന്തര ജീവിതത്തിൽ ഖബറിൽ നിന്ന് എണീറ്റ് മഹ്ശറിലെത്തുമ്പോ എല്ലാവരെ കണ്ണും മേൽപോട്ടാണ്, മനസ്സ് മുഴുവനും ബേജാറിലാണ്. പരസ്പരം ആളുകളെ മുഖത്തേക്ക് നോക്കാൻ അവിടെ തോന്നൂലല്ലോ. ഒരാളും ഒരാളെ പരിചയത്തേക്ക് നോക്കുകയില്ല, പരിചയക്കാരനെ തിരയുകയില്ല. എല്ലാരും ബേജാറിലാണ്. അങ്ങനത്തെ ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ട് സ്വഹാബത്ത് ബിസിനസ് എത്ര വന്നാലും കച്ചവടം എത്ര കൂടിയാലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിന്റെ ഖിദ്മത്തിൽ നിന്ന് അവരെ ശ്രദ്ധ മാറ്റൂല. നിങ്ങൾ നോക്ക്, അവ്വല് വക്തിൽ ഫർള് നിസ്കരിക്കുന്നതിന് തടസ്സമാകരുത്. എന്ത്? സമ്പത്തും സന്താനങ്ങളും എന്നീ ആയത്തിന് സഹ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ്. ലാ യുശ്ഗിലുക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ അദാഇൽ ഫറായിദി. സൗദിയിലൊക്കെ ആ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയെന്നറിയാം? ഇപ്പൊ വേണേ തോന്നുന്നവർക്ക് പോയി നിസ്കരിക്കുന്നില്ലേ കുഴപ്പമില്ല എന്നുള്ളടത്താണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇതാണ് അവസ്ഥ വന്നത്. അതങ്ങനെ വരാനുള്ള കാരണം എന്താ? നമ്മൾ ഇവിടുന്ന് പോയ കുറച്ച് ആൾക്കാർ അങ്ങനെ ആ ഒരു നിയമം വരാനുള്ള കാരണക്കാരാകാൻ സാധ്യത ഉണ്ട്. എല്ലാവരും ഇല്ലട്ടോ. കാരണം അവർക്ക് മുത്തവന്മാരെ കണ്ടാ ദേഷ്യാണ്. മുത്തവന്മാരിങ്ങനെ സ്വലാ എന്ന് പറയുമ്പോ തന്നെ ദേഷ്യമാണ്. എന്തെങ്കിലും 50 ഉറുപ്പ്യന്റെ കച്ചവടം കിട്ടുമ്പോത്തിന് ചങ്ങായി വന്ന് സ്വലാ ഷട്ടർ പൂട്ടാൻ പോകും. എന്താ? അപ്പൊ അങ്ങനെ എല്ലാവർക്കും ദേഷ്യമായപ്പോ എല്ലാവർക്കും നിയമവും കാര്യങ്ങളൊക്കെ മാറി. കുറെ എണ്ണങ്ങൾ പൂട്ടി പോരേണ്ടി വന്നു. കർശനമായി മാറി. അവിടുത്തെ ഇസ്ലാമിന്റെ അന്തരീക്ഷം മാറി, ഒക്കെ മാറി. മറ്റേത് എന്ത് സുഖം ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ അവിടെ പോയിട്ട് 10 കൊല്ലം എനിക്കൊരു ജമാഅത്തും പോയിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ നാട്ടിൽ മൂപ്പര് നിൽക്കുന്നതിനേക്കാളും വലിയ മഹാനായി തീർന്നു. ഒരൊറ്റ ജമാഅത്ത് എനിക്ക് പോയില്ല ഉസ്താദേ. അൽഹംദുലില്ലാ, എത്ര വലിയ സന്തോഷമാണ് ആ വാക്ക്. 10 കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു. ശമ്പളമൊക്കെ കുറച്ചേ ഉള്ളൂ. ഉംറക്കൊക്കെ ആഴ്ചയിലൊക്കെ ഇങ്ങനെ പോകും, ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും എനിക്കുള്ള ലാഭം എന്താ? നിങ്ങൾ ഒരു ജമാഅത്ത് എനിക്ക് പോയില്ല.
അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ടായിരുന്നു? എന്താ അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം? ഈ അനൗൺസ്മെന്റ് ആയിരുന്നു, സ്വലാ സ്വലാ എന്നുള്ള അനൗൺസ്മെന്റ് അവല് വക്തിൽ തന്നെ നിർവഹിക്കാൻ എത്തുന്നവരാണ്. കടയടച്ച് പള്ളിയിലെത്തുന്നവരാണ് മഹാന്മാര്. ലോകത്തെ ഏറ്റവും നമ്പർ 1 വലിയ ആരാന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ്. കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം നടത്തി മദീനയിലെത്തിയപ്പോ മഹാനവറുകൾ ഖലീഫയായി തെരഞ്ഞെടുത്തപ്പോ ജനങ്ങളെ കാര്യം ഏറ്റെടുത്തില്ലേ? കച്ചവടത്തിന്റെ വകുപ്പ് അവിടെ നിർത്തി. അതിനു മുമ്പ് കച്ചവടം ചെയ്യുമ്പോ വാങ്കിന്റെ ഒന്നാമത്തെ കലിമ കേൾക്കുമ്പോഴേക്ക് കടയടച്ചുപോയി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇനി എനിക്ക് തരാനുള്ളതൊക്കെ പടച്ചോൻ തരും, ഞാൻ നിസ്കരിക്കാനാ പോകണം, ഒന്നും കുറയില്ല. നമ്മൾ അവിടെ അങ്ങോട്ട് പിടിച്ചിരുത്തും. ടൈം ഇനി എത്ര ഉണ്ട് അല്ലേ? കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരോട് പഴയ കാലത്ത് നമ്മളെ നാട്ടില് മുസ്ലിങ്ങളെക്കാളും വലിയ ബഹുമാനായിരുന്നു നമ്മളെ നാട്ടിൽ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും. അവരെ തോട്ടങ്ങളിലൊക്കെ പോയി പണിയെടുക്കുമ്പോൾ എന്താ കാരണം? നിസ്കാരത്തിന്റെ ടൈമായി കഴിഞ്ഞാൽ അന്നത്തെ മാപ്പിള അസ്ലുഹു മഹാപിള്ള വലിയ ബഹുമാനമുള്ള ആളെന്നാണ്. ആ ബഹുമാനമുള്ള ആൾ അന്ന് ചോദിക്കും, അവിടെ ഉള്ള ആൾ ആരാ? വലിയൊരു നായരാണ്, വലിയൊരു നമ്പൂരിയാണ്. എന്ത് ചോദിക്കും? എനിക്കൊന്ന് നിസ്കരിക്കണം. അതാ അവിടെ പൈപ്പുണ്ട്, അവിടെ നിന്ന് ഒതുകൊടുത്തോളി. എന്നിട്ട് ഇവിടെ നിസ്കരിച്ചു. ഈ സിറ്റ് ഔട്ടിൽ പായ വിരിച്ച് നിസ്കരിക്കും. ഈ മനുഷ്യനോട് വലിയ ബഹുമാനാണ് അവർക്ക്, വലിയ സ്നേഹമായിരുന്നവർക്ക്, വലിയ ബഹുമാനമായിരുന്നവർക്ക്. അദ്ദേഹം അവരെ തോട്ടത്തിൽ പണിയെടുക്കുമ്പോ നല്ല ബഹുമാനത്തോടെ, ഒരു പറ്റിക്കലുമില്ല, ഒരു കൂലി കൊടുക്കാതിരിക്കലുമില്ല. നാളെ തരട്ടോ എന്ന് പറയില്ല, ഇന്നെടുത്തിന് ഇന്ന് തന്നെ തരും. കാരണം എന്താ? ആള് നല്ലൊരു മനുഷ്യനാണ്. ഈ നല്ല മനുഷ്യനാന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? വാങ്ങണ്ട് കൊടുത്തപ്പോ നിസ്കാരത്തിലേക്ക് നിന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് അങ്ങനെ പാരമ്പര്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചർച്ചക്ക് പോയി ഫലസ്തീനിൽ. ആരാ പ്രശ്നക്കാരെന്നറിയങ്ങള്? അവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമാണ് രൂക്ഷമായി. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലാണ്. അപ്പൊ ക്രിസ്ത്യാനികളും മറ്റൊക്കെ പറഞ്ഞു, ഖലീഫ വന്നാൽ ഉപാധികൾ വെച്ച് നമ്മൾ അംഗീകരിക്കാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് ഫലസ്തീനിലേക്ക് പോയി. ഫലസ്തീനിൽ ബെത്ലഹേമിന്റെ മുകളിൽ ഒരു ചർച്ച് ഉണ്ട്. ഇന്നും ആ ചർച്ച അവിടെ ഉണ്ട്. ആ ചർച്ചിൽ വെച്ചാണ് ഈ രജ്ഞിപ്പിന്റെ യോഗം നടക്കുന്ന ചർച്ച നടക്കുന്നത്. ആ ചർച്ച ഇങ്ങനെ നടന്ന് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹാരം പറഞ്ഞിങ്ങനെ തീർക്കാനായ സമയത്ത് ളുഹ്ർ വാങ്കണം മുഴങ്ങി. മസ്ജിദുൽ അഖ്സയെ കുറച്ചുകൂടി പോകണം. ബെത്ലഹേമിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം. നടന്നു പോകുകയാണെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോഴത്തേനും ജമാഅത്തോ കഴിയും. ളുഹ്ർ വാങ്ക് വിളിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്താ നോക്കണ്? നിസ്കരിക്കണല്ലോ. വാങ്ക് അങ്ങോട്ട് വന്നപ്പോഴേ നിസ്കരിക്കണം. അപ്പൊ ആ ചർച്ചിലെ ഫാദർ പറഞ്ഞു ഖലീഫിനോട്, ഇവിടെ നിസ്കരിക്കാം, സൗകര്യപ്പെടുത്തി തരാം. ഉമർ റളിയല്ലാഹു അൻഹു വേണ്ട, നിങ്ങൾ നോക്കി ഇവിടെ നിസ്കരിക്കാം എന്ന ഫാദർ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയാൻ കാരണം എന്താ? അവർക്കറിയാം വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖലീഫിനെ ബാക്കിയുള്ള സംസാരത്തിനൊന്നും കിട്ടൂല, നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ച് നിസ്കരിക്കുന്നില്ല. എന്നാ പിന്നെ ഇതിന്റെ പുറത്തുണ്ടൊരു കോമ്പൗണ്ട്, അവിടെ വെച്ച് നിസ്കരിക്കാൻ വേണ്ട. ജനങ്ങൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പുറത്തും വേണ്ട. ഞാൻ ഇതിന്റെ അപ്പുറത്തൊരു പൊതുസ്ഥലമുണ്ട്, ഞാൻ അവിടെ വെച്ച് നിസ്കരിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ച ആ സ്ഥലത്ത് നിന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് മസ്ജിദുൽ ഫാറൂഖ് എന്നാണ് പേര്. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പൊതുസ്ഥലത്താണ് നിസ്കരിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞത്, ഞാനിവിടെ ഒരു പ്രശ്നം പരിഹരിക്കാനാ വന്നത്. ഞാനെങ്ങാനും ഇവിടെ വെച്ചോ ഇതിന്റെ മുറ്റത്തോ വെച്ച് നിസ്കരിച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഏതെങ്കിലും ആളുകൾ പിന്നെയും പ്രശ്നമായിട്ട് വരും. ഞങ്ങളെ ഖലീഫ നിസ്കരിച്ച സ്ഥലമാണ്, ഞങ്ങൾക്ക് വേണം. ഇപ്പൊ ഒരു പ്രശ്നം പരിഹരിക്കാനാ ഞാൻ വന്നത്. അതുകൊണ്ട് എന്നെ കൊണ്ടിനൊരു പ്രശ്നം ഉണ്ടാകരുത്. പക്ഷേ എന്റെ വിഷയം അവിടെയല്ല. നിസ്കാരത്തിന്റെ സമയമായപ്പോഴേക്ക് ആ ക്രിസ്ത്യാനികളുടെ നേതാവായ ഫാദർ ബഹുമാനത്തോടെ ചോദിച്ചില്ലേ, ഇവിടെ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം. ആ ഒരു ബഹുമാനം സഹോദരങ്ങളെ നമുക്ക് ജനങ്ങൾ തന്നിരുന്നു. പിന്നെ നമ്മെ ആർക്കും വേണ്ട, നമ്മെ എന്തും ചെയ്യാം, നമ്മ ഒരു വിലയുമില്ല, 5 കാശിന്റെ വിലയില്ലാത്തവരായി മാറി. ഒരൊറ്റ അമലിൽ നമ്മൾ വീക്ക്നെസ് വരുത്തിയപ്പോൾ, അതാണ് നിസ്കാരത്തിൽ നമ്മൾ കുറവ് വരുത്തിയപ്പോൾ നമ്മളെ പരിഗണിക്കണ്ടെന്ന് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മനസ്സിലായി.
ചവച്ചു തുപ്പാമെന്ന് മനസ്സിലായി, ഒന്നിനും പറ്റാത്തവരാണെന്ന് മനസ്സിലായി. കാരണം ഈ ഉമ്മത്തില് അവസാനം ബാക്കി നിൽക്കുന്നൊരു വിഷയമുണ്ടെങ്കിൽ അത് നിസ്കാരമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതും ഇല്ലെങ്കിൽ ഇനി എന്താ ഉണ്ടാകുക? അതുമില്ലെങ്കിൽ സഹോദരങ്ങളെ എന്താണ് ഉണ്ടാവുക? അതുകൊണ്ട് സമ്പത്ത് സംഭരിക്കുന്നിടത്ത് നിസ്കാരം പോയി പോകരുത്, പഠിക്കുന്നിടത്ത് നിസ്കാരം പോയി പോകരുത്. സമ്പത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോ, സമ്പത്ത് വാങ്ങാൻ വേണ്ടി പോകുമ്പോ, ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോ ഒരൊറ്റ വക്ത് നിസ്കാരവും പോയി പോകരുത്. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിലേക്ക് അസ്ർ നിസ്കാരത്തിന് പോവുകയാണ്. ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിയിലാണ് തോട്ടം. തോട്ടത്തിലൊന്ന് കയറി, ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. ഒന്ന് കയറി ഇറങ്ങുമ്പോഴേക്ക് മദീന പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലമാണ്. നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം ജമാഅത്ത് അവ്വൽ ജമാഅത്താണ് കഴിഞ്ഞത്. അവ്വൽ വക്തൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെ നാട്ടിലാണ് അവ്വൽ വക്തോ കഴിഞ്ഞു നോക്കുക. കാരണം നമ്മളെ നാട്ടിൽ വെറുതെ ഒരു 20 മിനിറ്റ് വരാത്ത ആൾക്കാരും കാത്തിങ്ങനെ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആഖിറത്തിൽ ഹിസാബാട്ടോ. നമ്മൾ അള്ള ചോദ്യം ചെയ്യട്ടോ, ശരിക്കും ചോദ്യം ചെയ്യും. ഓരോ പള്ളിയിലും സുബഹിക്ക് 25 മിനിറ്റ് ആരെ കാത്ത് വെച്ചതാ? ഈ വരാത്ത ആൾക്കാർ കാത്തോ? വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ആകെ 5 മിനിറ്റ് മതിയല്ലോ. ഓലി കാമത്തെടുക്കുമ്പോഴുണ്ടാകും 5 മിനിറ്റ് നേരത്തെ വന്ന ആൾക്കാർ അപ്പോഴും ഉണ്ടാവില്ലേ? പിന്നെ 25 മിനിറ്റ് നമുക്കൊക്കെ ചോദ്യചിഹ്നമാണ്. ആ ബോർഡ് നോക്കിയിട്ടില്ലേന്ന് അള്ളാഹു ചോദിക്കും. വീട്ടിന് വാഹനം ഉണ്ടായിരുന്നില്ലേ? ചക്ര ഉരുളുന്ന വാഹനല്ലേ? വീട്ടിലെ മെമ്പർമാർക്കൊക്കെ ഓടിക്കാൻ അറിയില്ലേ? നിങ്ങൾക്ക് ഓട്ടാൻ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് വരെ അറിയില്ലേ? ഇന്നത്തെ കാലത്തെ പറ്റി അന്ന് ചോദിക്കും. അങ്ങനല്ലേ? എല്ലാരും സർവ്വകലാ വല്ലഭന്മാരല്ലേ? അപ്പൊ ഇനി ഒരു ആണിന് ഓട്ടാൻ അറിയില്ല എന്നൊക്കെ, അവന് പെണ്ണിന് ഓട്ടാൻ അറിയും. പെണ്ണിനോട് ഇന്നെ പള്ളിയെ കൊണ്ടായിക്കൊണ്ടാന്ന് പറയണം. ഭാര്യക്ക് കാറോട്ടിക്കാൻ അറിയും. ഭാര്യ കാറോട്ടി ഇയാളെ പള്ളി കൊണ്ടായിക്കോട്ടെ നിസ്കരിക്കാനും ജമാഅത്തിന്. അതുവരെ അറിയില്ലേ? അല്ലാഹു തആല ചോദിക്കൂല. സൗകര്യങ്ങളല്ലേ, അനുഗ്രഹങ്ങളല്ലേ തന്നതൊക്കെ. 25 മിനിറ്റ് ആരും കാത്തു വെച്ചതാ? മദീന പള്ളിയിൽ അങ്ങനല്ല. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കും. എല്ലാ വക്തിനും അങ്ങനെയാണ്. സുബൈക്കും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കും. നമ്മളെ കാത്തല്ലേ 15 മിനിറ്റ് 25 മിനിറ്റ് വെച്ചത്? മദീന പള്ളിയിൽ അങ്ങനല്ല. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകും. റൂമിലെത്തി ഇഖാമത്ത് കൊടുക്കല്ലേ എന്ന് വെച്ചാൽ ഇഖാമത്ത് കൊടുക്കാന്ന് പറയും. നേരെ ഒന്ന് ഇഖാമത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ വാങ്ക് കൊടുക്കുമ്പോഴേക്ക് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ വാങ്ക് കൊടുത്താൽ ഒരു 5-6 മിനിറ്റ് അത്രയല്ലേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു തോട്ടത്തു നിന്ന് ഇറങ്ങിയപ്പോ ജമാഅത്ത് കഴിഞ്ഞ ആളുകൾ വരുന്നതാ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ആകെ പരിഭ്രമിച്ചു. മഹാനവറുകൾ ചിന്തിച്ചു, ഈ തോട്ടത്തിൽ കയറിയിട്ടല്ലേ ഇന്ന് എന്റെ ജമാഅത്ത് പോയത്, അതുകൊണ്ട് നാളെ പിറ്റേന്നും ഇങ്ങനെ സംഭവിക്കാലോ. ഈ തോട്ടം ഇന്നു മുതൽ എന്റെ അക്കൗണ്ടിൽ വേണ്ട. ഹാദിഹി സ്വദഖത്തുൻ അലാ മസാക്കീനിൽ മദീന. ഇത് മദീനയിലെ മിസ്കീന്മാർക്ക് സംഭാവന. അവരെടുത്തോട്ടെ. ഈ തോട്ടത്തിൽ ഞാൻ കയറുന്നു നോക്കിയത് കൊണ്ടല്ലേ ജമാഅത്ത് പോയത്, കൊണ്ട് വേണ്ട. നിങ്ങൾ നോക്ക്, അവരൊരു ശ്രദ്ധ. നമ്മൾ ആ ശ്രദ്ധയിൽ നിന്ന് മാറി അശ്രദ്ധയിലേക്ക് പോകരുത്. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, സ്മരണയിൽ നിന്ന്, ഖിദ്മത്തിൽ നിന്ന് ഭൗതികതയിലെ ഏതെങ്കിലും ഒരു സംഗതി നമ്മളെ തിരിച്ചുവിട്ടാൽ ഫഹുവ മിനൽ ഖാസിരീൻ, അവൻ പരാജിതരിൽപ്പെട്ടവനാണ്. ഒന്നുകൂടി പറയട്ടെ സഹോദരങ്ങളെ, സമ്പത്ത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കരുത് എന്ന് പറയുമ്പോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ആ സമ്പത്ത് നമ്മൾ സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും 2 രൂപം. 2 രൂപത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറ്റം വരാം. സമ്പത്ത് സമ്പാദിക്കുന്ന മേഖല ക്ലിയർ ആയിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകും. ചെലവഴിക്കുന്ന മേഖല ക്ലിയർ ആയിട്ടില്ലെങ്കിലും ദിക്റിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണ്. മക്കളെ നമ്മൾ വളർത്തി റെഡിയാക്കി കൊണ്ടുവരുന്നത് നല്ല മേഖല ആയിട്ടില്ലെങ്കിൽ ആ മക്കൾ കാരണം നമ്മൾ വഴിതെറ്റിപ്പോണ്ടി വരും. അല്ലെങ്കിൽ ആ മക്കൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഒന്നുകൊണ്ടി വരും. അങ്ങനെയാണ്. പിന്നെ അവരെ മുഖത്ത് നോക്കി അവർ തിരിച്ചിങ്ങോട്ട് നോക്കും, നമ്മൾ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. അത്രേ ഉണ്ടാവുള്ളൂ. ശിക്ഷണം കൊടുക്കേണ്ട രീതിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാകൂല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബാപ്പാന്റെ കൂടെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ആ കുട്ടിന്റെ മുഖത്തേക്ക് വാപ്പ നോക്കുമ്പോ കുട്ടി ഇങ്ങനെ മിണ്ടാതിരിക്കാണ്. നിസ്കാരത്തിൽ കഴിഞ്ഞിട്ടുള്ള ദിക്റൊന്നും ഈ പഠിച്ചിട്ടില്ലേ? മദ്രസയിലൊന്നും പഠിപ്പിച്ചിട്ടില്ലേ? ഉസ്താദ്മാര് പഠിപ്പിക്കലേ പഠിച്ചിട്ടില്ലേ? അങ്ങനെ പഠിക്കാൻ ഉസ്താദ് പറഞ്ഞു, പക്ഷെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്നാ എന്റെ മോനെ
എന്നാ അസ്രസ്കാരം കഴിഞ്ഞ് മഗ്‌രിബാണിന് മുമ്പ് കാണാതെ പഠിച്ച് ചൊല്ലിത്തരണം. അങ്ങനെ ആരാ പറയല്? നമ്മക്കെന്താ പണി എന്നാരാ പറയല്? ഇപ്പൊ ഞാൻ വരുന്ന വൈക്ക് മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ കയറി. അപ്പൊ ഒരു ബാപ്പിയും മോനുണ്ട് അടുത്ത് നിൽക്കുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ ബാപ്പണ്ട് മോന്റെ മുഖത്ത് ഇങ്ങനെ നോക്കണം. മോൻ ഇങ്ങോട്ട് നോക്കി. ഓൻ കണ്ടിട്ടൊരു 10ാം ക്ലാസ്സോ 11ാം ക്ലാസ്സുകാരനാണ്. കാരണം ഈ മോനൊന്നും ചെല്ലുന്നില്ല. ബാപ്പ ഇങ്ങനെ നോക്കിയപ്പോ മോനും നോക്കി ഇങ്ങനെ. ഞാൻ അടുത്തൊരു നോട്ടം ബാപ്പ തുറപ്പിച്ച് നോക്കിയാൽ മോനും നോക്കി ഇങ്ങനെ തുറപ്പിച്ചു. അത് പഠിപ്പിക്കേണ്ട സമയത്ത് നല്ല അതവോടെ അച്ചടക്കത്തോടെ അതവ് പഠിപ്പിക്കേണ്ട എല്ലാ മേഖലകളും കഴിവും കരുത്തും ഉപയോഗിച്ച് പഠിപ്പിക്കണം. അല്ലാതെ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഇറങ്ങിയിരുന്നില്ല. ശരിക്ക് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ആ മക്കൾ കാരണം നമ്മൾ വൈതെറ്റി പോകും. 5ാം ക്ലാസ്സിൽ നമ്മളൊപ്പം നിസ്കരിക്കുന്ന കുട്ടി നിക്കറില്ലെങ്കിൽ അന്ന് വാപ്പാര് പറയണം ഇന്ന് വൈകുന്നേരം കാണാൻ പഠിച്ച് ചൊല്ലിത്തരണം. ആദ്യം നമ്മൾ ചൊല്ലാൻ പഠിച്ചണം, അത് വേറെ വിഷയം.